അടിച്ചു നമ്മളെ. എന്താ പ്രശ്നം? നിങ്ങളൊക്കെ ആരാ? കാര്യം അറിയാതെ ഞങ്ങളെ തല്ലി ചതിച്ചിട്ട് കാര്യം തിരക്കാൻ പറഞ്ഞോടാ. തനിക്കറിയോ ആ ഓടിപ്പോയതിന്റെ പെങ്ങളാ? ഇല്ല. തലയ്ക്ക് തൂരാതെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്ന വഴിയാൾ കാറിന് ഇറങ്ങി ഓടിയതാ. നമ്മളാരാന്ന് പറഞ്ഞു? വി ആർ 5 brothers. സോറി ബ്രദേഴ്സ്. കൂടുതൽ സംസാരിക്കാതെ കൊടുക്കണം. പോയാ ഇത് വലിച്ചിട്ട് കിട്ടുന്നില്ലത്. കഷ്ടമാണിത്. ഇതെന്ത് ആണി അടിച്ച് കേറിയ പോലെയുള്ള ഇരിക്കണേ. വടിക്കൊന്നും പറ്റില്ല. ഇത് വലി നീ വലിച്ച് എന്താ വടി പിടിക്കൂ. വലിക്കേ. നന്നായിട്ട് തളർന്നിരിക്കുന്നു. തിരുമൽ ദേവാ, ആ വെള്ള ഷർട്ടുകാരന്റെ ഇടിയാണ് ഇടി. അതൊന്നും ഇടിയല്ല ആനന്ദ, ആ കാക്കി സത്യത്തെ മീശക്കാരന്റെ ഇടിയാണ് ഇടി. അത് നമ്മൾക്കറിയില്ലല്ലോ. നിനക്ക് പിന്നെ ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമയൊന്നുമില്ലല്ലോ. എന്റെ ആനന്ദ, എന്റെ ദേഹ ആ സകലം ഒരു മരവിപ്പാ. മറയിപ്പോ എന്റെ തിരുമൽ ദേവാ, ഇനി പ്രസ്ഥാനം മുഴുവൻ ഒറ്റയ്ക്ക് നടത്തണമല്ലോ. എന്താ? ഏയ് ഒന്നും പറഞ്ഞില്ല. എന്റെ പൊന്നല്ലു, ചാണകത്തിന്റെ മണമില്ലാത്തൊരു കാപ്പി കുടിച്ചിട്ട് ചത്താ മതി. അതിൽ ചാണകത്തിന്റെ മണമല്ലേ ഉള്ളൂ, ഇതിൽ മുളക് പൊടിയുമുണ്ട്. അണ്ണാക്ക് വരെ എറി. എരിവും മണമുണ്ടെങ്കിൽ കേമമായി. ഞങ്ങൾക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യം ഉണ്ടെങ്കിൽ കുടിച്ചാ മതി. ആ എന്റെ കോമളം എന്ത് പറയുന്നു? നമ്മൾക്കും ചേച്ചി പറഞ്ഞത് തന്നെ പറയാനുള്ളത്. എടോ ഗണപതി, താനൊരു ഗണപതി ആയിപ്പോയി. ചാണകം ശുദ്ധി വരുത്തുന്നതാണ്, അറിയാമല്ലോ. ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. എന്നാ ആനന്ദ, താൻ ഒരു കാര്യം ചെയ്യും. 1 കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ 1.25 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് 1 ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണം കൊണ്ട് കുടിച്ചോ. അത് ശരി. ഭഗവാനെ, ഈ ബഡാപ്പയുടെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന പോലെ 2 നക്കിപ്പൈമാരുടെ മുന്നിലും വിളക്ക് കൊളുത്താൻ അറിയാൻ അവസരം ഉണ്ടാക്കണേ. ഇവന്മാരെ പൊളിച്ചടുക്കി 4 കാശുണ്ടാക്കിയിട്ട് അരിയലെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടാ മതിയേ. ഓ, സമ്മതിക്കില്ല. പറഞ്ഞു നാക്കെടുത്തില്ല, അതിനു മുമ്പ് എത്തി കാലമാടന്മാര്. ആയുസ് 100. ഭഗവാനെ, 2 പേർക്കും കൂടെ ചേർത്ത് 100 ആയുസ് കൊടുത്താ മതിയേ. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇൻ. ഓ, ഇനിയിപ്പൊ വിളിക്ക് നക്കാപ്പിച്ച കണക്കി വയ്ക്കാൻ. വേണ്ട, വിളിക്കണ്ട. ഉള്ള പല ഇവിടെ താഴെ പോവും. ഉച്ചക്ക് ഞണ്ണണ്ടേ? സാറ് രാവിലെ ആരെയാ കളിയണ്ടേ? തന്റെ അപ്പൂപ്പനെ. പരദൂഷണം പറയാനും കേൾക്കാനും ഒക്കെ കണ്ണും ചെവിയുണ്ട്. കണക്കിൽ തെറ്റുപറ്റിയാലോ കണ്ണും കാറിയാലും ചെവി കേൾക്കില്ല. സാറ് വല്ലതും പറഞ്ഞോ? അയ്യേ, എന്താ ഇത്ര നേരത്തെ? എത്തിയോ? എത്തി, അകത്തിരിപ്പുണ്ട്. ഇനി എപ്പോഴാ മരണമണി മുടങ്ങുന്നൊന്നും അറിയില്ല. ആ, മുടങ്ങി. ഇനി ബാക്കിയുള്ളവന്റെ ചെവി കയറി തലതെറ്റും. അങ്ങോട്ട് ഇത് നാളെ പേപ്പർ കയറ്. എടോ പരട്ട തലയാ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യമായിരിക്കണമെന്ന്? പരട്ട തലയും തന്റെ തന്ത. ഇതെന്താ കണക്കിൽ 35 പൈസ വ്യത്യാസം? സാറേ, 2,56,000 രൂപയുടെ ബിസിനസ്സിന് ഒരു 35 പൈസയുടെ കുറവല്ലേ ഉള്ളൂ. 35 പൈസ വെറുതെ കിട്ടുവോ? ഇപ്പോഴത്തെ കാലത്ത് 35 പൈസ കിട്ടണമെങ്കിൽ താൻ പോയി 4 വീടെങ്കിലും തണ്ടണം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാണ്, 35 പൈസ എവിടെ? അതുകൊണ്ട് ഞാനൊരു എസ്റ്റേറ്റും കാറും മേടിച്ചു. എന്നാ അതിങ്ങോട്ട് തന്നേ. എസ്റ്റേറ്റും കാറുവോ? തനിക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച? 35 പൈസയുടെ കണക്ക്. ഈശ്വര, ഞാൻ പേടിച്ചു പോയി. ഓഹോ, ഇത് 10 പൈസ, 25 പൈസ. ഇതെന്താടോ? 35 പൈസ. താൻ എന്താടോ എന്നെ കൊച്ചാക്ക? ഈ കാശെടുത്ത് തന്റെ പോക്കറ്റിലിട്. 35 പൈസയല്ല എന്റെ പ്രശ്നം. 35 പൈസ കണക്കിൽ എങ്ങനെ കുറവ് വന്നു എന്നുള്ള വിവരം താൻ എന്നെ 48 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം. മനസ്സിലായോ? താൻ എന്താ ഒന്നും മിണ്ടാത്തേ? തന്റെ നാവിറങ്ങിപ്പോയോ? ആരാധനയ്ക്ക് പ്രാർത്ഥന പിടിച്ച കാണുന്നല്ല സുഖല്ലേ?
ആ ഇതെന്താ ഇക്കണക്കിന് പോയാ കൊച്ചി മാസം ശമ്പളം മേടിക്കുകയല്ലോ. ആ 20 പൈസ. ഈ മാസത്തെ 125ാമത്തെ പേപ്പറാ. ഓ എന്റെ അതെ, ഇനിയിപ്പോ അവിടെ എന്താണാവും? എന്താ സാർ? കഴിഞ്ഞ മാസം പോണ്ടിച്ചേരിയിലേക്ക് എത്ര പാക്കറ്റ് പാൽപ്പൊടികൾ അയച്ചു? 1000, 200 തിരിച്ചടിച്ചു. 1000 മൈനസ് 800, 200. ബാക്കി 200 പാക്കറ്റ് പാൽപ്പൊടി എന്ത് ചെയ്തു? പൂത്തുപോയി. നല്ല പൂക്കളായിരുന്നു. പൂക്കളോ? എന്നിട്ട് ആ പൂത്ത പാക്കറ്റുകൾ എന്ത് ചെയ്തു? ഞാനങ്ങ് വിഴുങ്ങി. എന്ത് ചെയ്തു? അത് ഗോഡൌണിൽ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇരിപ്പുണ്ടോ? ഇല്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. സ്റ്റോക്ക് രജിസ്റ്ററിന്റെ കൈവശമുണ്ട്. സാർ അത് എലി തിന്നു. പന്നിയെലി. പന്നിയും തിന്നു? പന്നിയല്ല, പന്നിയെലി. മുന്തി എനമാ. തനിക്കതെങ്ങനെ മനസ്സിലായി? സാർ അറിഞ്ഞില്ലേ, ഗോഡൌണിലെ എലികൾ മുഴുവൻ ചത്തു. നമ്മുടെ പാൽപ്പൊടിയുടെ ഒരു ശക്തിയെ. ഇനി പൂത്താലും കായ്ച്ചാലും മരമായാലും റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഗോഡൌണിൽ കൃത്യമായി എത്തിച്ച് രജിസ്റ്റർ ബുക്കിൽ എൻറർ ചെയ്യണം. എൻറർ ചെയ്യാം സാർ. പിന്നെ ആ പുലി ചത്തത് ശരിയാണോ? പുലിയല്ല സാർ, എലി. അതെങ്കിൽ അത് സംഭവം ശരിയാണോ? ശരിയാണ്. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എന്നാലേ പൂത്തു പോകുന്ന പാൽപ്പൊടി ഉപയോഗിച്ച് നമ്മൾക്കൊരു പാഷാണ കമ്പനി തുടങ്ങിയാലോ? ഉഗ്രൻ ഐഡിയ. എന്നിട്ട് വേണം അത് ഉരുട്ടി യവന്മാരുടെ അണ്ണാക്കിലിട്ട് കൊടുക്കാൻ. എന്താണ് ആലോചിക്കുന്നത്? പുതിയ കമ്പനിക്ക് ഒരു പേര് ആലോചിക്കാൻ. എന്താണ് പേര്? പാഷാണം ബ്രദേഴ്സ്. നല്ല പേര്. കേശവ! എന്റെ പൊന്നു പെങ്ങളല്ലേ, ആത്മാർത്ഥ പ്രണയത്തിനിടെ കോടാലി വെക്കരുത്. നീ എപ്പോഴും പറയാറില്ലേ ബസ് യാത്രയെ സുഖം. ബസിന്റെ കാശും വേണം, ചായ കുടിക്കാൻ എന്തെങ്കിൽ അതും തരട്ടെ. ഒന്ന് സഹായിക്കണേ. വെള്ളത്തിന് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞാ പോരെ. എന്റെ മൂക്ക് ചേട്ടൻ എത്ര വേണമെങ്കിലും ഒരു 5 രൂപ തന്നാലല്ല. നീ ആള് കൊള്ളാനെടുത്തിരുന്ന എന്നെ ശരിക്കും പിടിച്ചിരുന്നേ. വീണുണ്ടോ? ഇനി കാശ് ചോദിച്ചാലേ പള്ളി പറഞ്ഞാൽ മതി. കിട്ടാനുള്ള കാശിന്റെ കണക്ക് മുഴുവൻ ഇതിലുണ്ട്. ഒരു ചില്ലി കാശ് കുറയാണ്ട് മേടിച്ചോണം. മനസ്സിലായോ നിനക്ക്? അച്ചാജി, എടോ, ആ മൂലക്കിരിക്കണ അച്ചാർ കുപ്പി മുഴുവൻ ചാറായ ഷാപ്പിൽ കൊടുത്താ മതി. സ്പെഷ്യലാ. അതെന്താ ചാറായ ഷാപ്പിനൊരു സ്പെഷ്യല്? അതെ, ഇന്നലെ അച്ചാർ വെച്ചിരുന്ന പൊട്ടിയ പറഞ്ഞി 2 പല്ലി വീണു. ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എല്ലാം കൂടെ കുത്തി ഇളക്കി അങ്ങ് വെച്ചു. ചാറായ ഷാപ്പിലാവുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് നന്നായി. നമുക്ക് നഷ്ടം വേണ്ട. നീ എന്താണോ ഓക്കാനിക്കുന്നേ? ഗർഭമുണ്ടായിരിക്കുന്നോ? എടാ, ഇതുണ്ട്. സാറന്മാർക്കുള്ള ചോറും കൂടി കൊണ്ടുപോ. എന്താടാ, നീ ഒറ്റയ്ക്ക് ഇത്രയും തിന്നുവല്ലോ. വേഗം പൊക്കോട്ടെ. പേടിച്ചു പോയി. അവിടുത്തെ എത്തിയോ? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്തൊക്കെയാ വിഭവങ്ങള്? ഒരു തട്ട് പച്ചരിച്ചോറ്, ഒരു ബക്കറ്റ് സാമ്പാർ, ഒരു കലം വളിച്ച മോര്. ഇതല്ലാതെ വേറെ എന്തുണ്ടാവാനാ സാറേ? സ്പെഷ്യൽ എന്താണോ? 6 പപ്പടം 3 രൂപ, മോര് 1 രൂപ, അച്ചാറിന് 25 പൈസ. കോവളം അച്ചാറിന് വില കുറഞ്ഞിരിക്കുന്നു. എന്ത് പറ്റിയോ കൊയിലാളെ? എന്റെ പൊന്ന് സാറേ, വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുതേ. ആ കാശും തന്നെ. 4 ഉണക്ക പപ്പടത്തിനും പുളിച്ച മോരിനും ബില്ല് കൊടുത്തയക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഈ പൂമുഖത്ത് എവിടെയും കൊണ്ടോടൂ. 4 രൂപ 25 പൈസ കൊണ്ടുപോയി കൂടെ. സാറേ, ഇത് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ്സാ. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? പിന്നെ ഈ 2 കൊച്ചു പാത്രങ്ങൾ തകർത്ത് വെച്ചിട്ട് പൊക്കൂ. ഇതിനടുത്ത് പൊക്കാനുള്ള ത്രാണി എനിക്കില്ല. നിങ്ങൾ എന്താ ഈ കാട്ടുന്നത്? ഒരുപാട് ചീഞ്ഞു പോയി കൊച്ചമ്മേ. എന്താ ചീഞ്ഞാല്?
ഒന്ന് ഉടച്ചൊഴിച്ചാൽ നല്ല കൊഴുപ്പ് കിട്ടും. പുഴു കാണും കൊച്ചമ്മ. ആ വെളുത്തുള്ളി കൂടി ചേരുമ്പോ അറിയാൻ പറ്റില്ല. ദേ നിങ്ങൾ ഇതുകൂടി ഇട്ടൊന്ന് വഴട്ട്. കഴിഞ്ഞില്ലേ ചേച്ചി? പപ്പടത്തിന് ഇനിയും വില കൂട്ടണം എന്നാ തോന്നുന്നത്. ആ. ഇല്ലെങ്കിൽ നമ്മൾക്ക് മുതൽ വരുന്നില്ല കോമളം. അപ്പൊ പപ്പടം കഴിക്കുന്നവരുടെ എണ്ണം കുറയുമല്ലോ. എന്നാലും പപ്പടത്തിന് വില കൂടുമല്ലോ. ഈ പണ്ടാരം കൂർക്കൻ എവിടെ പോയി കിടക്കുന്നു? ആ കുരിശുമൂടെ 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 ആ കുരിശുമൂടെ 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 ഒരാൾക്ക് 2 രൂപ ഒരാൾക്ക് 2 രൂപ കുരിശുമൂടെ ആ കുരിശുമൂടെ 1 രൂപ വരെ. ആ 1 രൂപ മതി. പക്ഷെ പാതി വഴിയിൽ ഇറങ്ങിക്കോണം. ഓരോന്ന് കുച്ചിയും പുറത്തോട്ട് പോയി പോ. ആണിരോഗ ചികിത്സയ്ക്കായി മുൻ മന്ത്രി ആർ.ഡി. കിഷൻ ശർമ്മ അമേരിക്കയിലേക്ക്. ക്രിക്കറ്റിൽ ഇന്ത്യക്ക് പരാജയം. മന്ത്രിമാർക്ക് ആനുരോഗം വന്നാലും അമേരിക്കയിലാണ് ചികിത്സ. ഈ ഫോട്ടോയിൽ കാണുന്ന ബോംബെ സിറ്റി ഗുണ്ട് എന്നറിയപ്പെടുന്ന ത്രിവിക്രമന്റെ എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 10,000 രൂപ പാരിതോഷികം നൽകും. 5 അടി 7 ഇഞ്ച് ഭഗവാനെ. വെളുത്ത നിറം, കറുത്ത മുടി. എന്തൊക്കെ പുലിവാലാണോ? എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ ഫോൺ നമ്പറിൽ വിവരം അറിയിക്കാം. മനസ്സമാധാനമായിട്ട് എന്നെ ഇവിടെ കഴിയാൻ നീ അനുവദിക്കില്ലല്ലേടാ. ഓ, എന്റെ ഗണപതി ഭഗവാനെ, 35 പൈസയ്ക്ക് വേണ്ടി ഫയലെല്ലാം തപ്പിയെടുക്കുമ്പോഴാ ബോംബെത്തെ ബോംബ് ഭീഷണി. ഇക്കണക്കിന് പോയാ അടിയൻ കുഴയുവേ. ഭഗവാനെ, ദിവസം ചെല്ലുന്തോറും അവിടത്തേക്ക് ഡ്യൂട്ടി കൂടി വരിക. ഇതുവരെ പൈമാരെ ഒതുക്കാൻ വേണ്ടി മാത്രമേ അടിയൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ആ ബോംബെക്കാരൻ കശ്മീരിലേക്ക് കൂടി എന്റെ മുന്നിലേക്ക് ചാടിക്കാതിരിക്കാൻ അവിടെ നിന്ന് നോക്കണേ. 2 ആവശ്യത്തിന് 2 തേങ്ങ ഉടക്കേണ്ടതാ. തേങ്ങയുടെ താങ്ങുവരെ അടിയിൽ താങ്ങാൻ വയ്യായേ. അതുകൊണ്ടാണ് ഈ 1 തേങ്ങ. ക്ഷമിക്കണേ. മഴ വരുന്നുണ്ടല്ലോ കോമളം. എന്റെ പപ്പടം ഉണങ്ങും. ഈശ്വര, കല്യാണ വീട്ടുകാർ എന്നെ കൊല്ലുമല്ലോ. ഞാൻ എന്ത് ചെയ്യും? എന്റെ ദൈവമേ, മഴ വരല്ലേ ഈശ്വര. ഇതാര് കേശവനോ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. എന്തുണ്ട് വിശേഷം കേശവ? എനിക്കെന്ത് വിശേഷം? ഒരൊറ്റ തടി, ഒരു ചാൻ വയറ്. ഞാൻ എപ്പോഴും കേശവനെ ഓർമ്മിക്കും. ഓ, ഓഫീസിൽ നമ്മുടെ സാറന്മാർ എങ്ങനെയുണ്ട് ചേട്ടാ? അയ്യോ, എങ്ങനെ ഉണ്ടെന്നു? നല്ല തങ്കപ്പെട്ട പെരുമാറ്റം, കാര്യപ്രാപ്തി, ഉദാര മനസ്കത. ചുരുക്കി പറഞ്ഞ മാവേലിത്തമ്പരാമ്പട്ട് നാട് വാണിരുന്ന പോലെയാ. അവരുടെ കാര്യം പറയുമ്പോ എന്റെ രൂപം എഴുന്നേക്കും. ദേ കണ്ടോ കണ്ടോ. ചേട്ടനെ പറ്റി അവർക്ക് നല്ല മതിപ്പാ. എപ്പോഴും പറയും. നാമക്കുറങ്ങൻ. എടാ ചിരട്ട തലയാ. സോറി മരമാക്രി. വെള്ള പന്നി. ഉവ്വ്, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാ ഞങ്ങൾ പോട്ടെ കേശവ. വീട്ടിൽ ഒരുപാട് പണിയുണ്ട്. പോട്ടെ ചേട്ടാ. മാവേലിത്തമ്പുരാൻ അവന്മാരെ ചവിട്ടി താഴ്ത്താൻ എന്നെ ഒരു വാമനാക്കണേ ഭഗവാനെ. അവരുടെ മുമ്പ് വെച്ച് പറഞ്ഞതെല്ലാം വലത്തേ ചെവി കൂടെ കേട്ട് ഇടത്തേ ചെവി കൂടെ പുറത്ത് കളയണേ. അവന്മാരുടെ നെഞ്ചിക്കേറി പൊങ്കാലയിട്ടിട്ട് വേണം എനിക്കൊന്ന് കളിക്കാൻ. അച്ചാറ് ഭരണിക്കുള്ളിൽ വീണോ ഇവർ? കാണാനില്ലല്ലോ പണ്ടാറ. നമ്മൾ ആനന്ദപ്പയ്യ നിർത്തൻ ഇവിടെ ജീവനോടിരിക്കുന്ന കാര്യം വിചാരം വേണം. ആ വിചാരം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എടീ, നീ ഇന്നെങ്കിലും ഇവിടെ വന്ന് കിടക്കൂ പണ്ടാറം. അയ്യോ വേണ്ട, നമ്മളെ അച്ചാറ് മണക്കും. അന്ന് നമ്മളൊരു തമാശ പറഞ്ഞതല്ലേ നിന്നെ അത്തറാണ് മണക്കുന്നത്. പിണക്കം തീർന്നല്ലോ. ഇന്ന് നമ്മൾ ഇവിടെ കിടക്കും. അയ്യടാ, വയസ്സായി നിങ്ങൾക്ക് ഒരു വിചാരമില്ല. നിമ്മൾക്ക് പ്രായം അത്രയൊന്നും ആയിട്ടില്ല. പഴകും തോറുമാണ് അച്ചാറിന് രുചി. മനസ്സിലായോ കോമളം? പിന്നെ നിങ്ങളുടെ ഈ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയി ഇരുന്നാ മതി. രാവിലെ ഞാൻ ചന്തയിൽ ചെന്നില്ലെങ്കിലേ കടക്കാരൻ ചീഞ്ഞതെല്ലാം കൂടി പെരുക്കി ഓടയിൽ കളയും. പിന്നെ ഞാൻ ഓടേന്ന് പെരുക്കി എടുക്കേണ്ടി വരും. തിരുമൽ ദേവാ, ഇങ്ങളെ ചന്തയിൽ പോണെങ്കിൽ നമ്മളെയും ചീഞ്ഞ് ഓടെ കളയേണ്ടി വരും. അതിന് ഇത്രയും വലിയ ഓട എവിടെ ഇരിക്കുന്നു? വായടക്ക് സംഗീതേ. സാരമില്ല, ഞാൻ തുടച്ചു കളയാം. അയ്യോ, എന്റെ പൊന്നല്ലു, നിനക്കൊന്ന് കുളിച്ച് സുഖമായിട്ട് നല്ല വസ്ത്രം എടുത്ത് ഇവിടെ കിടന്നുറങ്ങിക്കൂടെ? ഞാൻ രാവിലെ കുളിച്ചതാ. എപ്പോഴും കുളിക്കാൻ സോപ്പിന് എന്താ വില? ദേ, നമ്മൾക്കൊരു കാര്യം കേൾക്കണം.
എന്താ അയ്യോ നാണ് പറയുന്നില്ലേ? ഞാൻ പറയില്ല, പറ. പറഞ്ഞ നമ്മൾ അത് പോയി ആനന്ദനോട് പറഞ്ഞ് പിന്നെ അത് വഴക്കായി. അയ്യോ നമ്മളില്ലേ നീ കൈ തന്നെ തിരുമൽ ദേവനാണ് സത്യം. നമ്മുടെ കോമളമല്ലേ? ആ. 6 ദിവസമായി കുളിച്ചിട്ട് 4 ദിവസവും കുളിക്കും. എന്റെ തിരുമൽ ദേവാ, എടീ പപ്പടേ, ഭാര്യ പറഞ്ഞ കുടുംബത്തിലെ നിലവിളക്ക. ഐശ്വര്യായിട്ട് ഉടുത്തൊരുങ്ങി നിന്നാലേ പെണ്ണ് പെണ്ണാവൂ. അല്ലാതെ ചാണകവും പൂശി മുളകോടും പൂശിയിട്ടല്ല കിടക്കയിൽ വന്ന് കിടക്കണത്. മനസ്സിലായ? പാവം ആനന്ദൻ, അവന്റെ ഒരു ജീവിതം പോയി. എന്റെ അപ്പ എന്റെയോ? ആ ഏ? ഛേ, ഏ. ആ. ഓ. ആരാ ആരാ ഞാനാ. ആരാണെന്നാ ചോദിച്ചേ? ഞാനെന്നല്ലേ പറഞ്ഞത്? ഞാനെന്ന് പറഞ്ഞ ഗുണ്ട്. ഓ എന്റെ ദൈവമേ. അച്ഛൻ പേടിച്ചു അല്ലേ? നീയോ? എടാ, നിന്റെ കാല് ഭൂമിയിൽ തൊട്ടപ്പം മുതൽ ഞാൻ പേടിച്ചാടാ ജീവിക്കുന്നത്. അച്ഛൻ എന്നെ കുറിച്ച് നല്ല മതിപ്പല്ലേ? എന്തിനാടാ വിക്രമ നീ എന്നെ ആക്രമിക്കാൻ വന്നത്? ആക്രമിക്കാൻ വന്നതല്ല അച്ഛാ, വിശ്രമിക്കാൻ വന്നതാ. എടാ, ബോംബെയിലെ ജുഹു ബീച്ചിൽ അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, പിന്നെ നിന്നെ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബോംബെയിലെ കാറ്റിനിപ്പോ രക്തത്തിന്റെ രൂക്ഷ ഗന്ധമാണ്. ഒന്നല്ല 3 തലകളാ ഒരുമിച്ച് വെട്ടിയത്. എന്നാ അതെ, ഇതുകൂടി അങ്ങ് വെട്ടിയെടുത്തിട്ട് മക്കളെ പോയി വിശ്രമിച്ചു. അയ്യേ, കക്കൂസ് കുത്തി പൊളിച്ച് കള്ളനാവുന്നതല്ല ഈ ത്രിവിക്രമൻ. വെട്ടുന്നുണ്ടെങ്കിൽ വിലയുള്ള തലകളെ വെട്ടു. എന്നാ നിനക്ക് അത്ര ചുണയുണ്ടെങ്കിൽ ആ 2 പൈമാരുടെ തല വെട്ടിയിട്ട് വാ. ചേച്ചേ, നാണക്കേട്. ബോംബെ അധോലോക നായകനായ ത്രിവിക്രമൻജിയുടെ പിതാവായ താങ്കൾക്ക് 2 ഊശാൻ തല ഒതുക്കാൻ കഴിയുന്നില്ല എന്നത് ലജ്ജാകരം തന്നെ. പുളുത്തും. 59 വെള്ളപ്പൊക്കത്തിൽ ഒളിച്ചുപോയ നിന്റെ അപ്പൂപ്പം വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ ഈ ഞാഞ്ഞൂല് പുറത്ത് നീ ഞാനും. ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഏത് നിമിഷവും എന്നെ തേടി പോലീസ് വരാം. ഉയ്യോ, എടാ കാലമാടാ, പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എങ്ങനെയാടാ നീ ഇവിടെ എത്തിയത്? അതൊരു നീണ്ട കഥയാണ്, എല്ലാം പിന്നാലെ പറയാം. ഏതായാലും ഞാൻ ഉടനെ ഇവിടം വിട്ട് പോകാൻ പോകുന്നില്ലല്ലോ. ചോദിച്ചോ, തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി വേണേ ഞാൻ തരാം. അച്ഛൻ അറിയോ, ബോംബെ അണ്ടർവേൾഡിൽ നിന്നും ജീവൻ പണയം വെച്ചാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ? എന്റെ അണ്ടർവെയർ പോലും ആ പൈമാർക്ക് പണയം വെച്ചിട്ടാടാ ഞാനിവിടെ ജീവിക്കുന്നത്. എന്റെ ഗണപതി ഭഗവാനെ, ഇക്കണ്ട കാലം എത്രയും ഞാൻ തേങ്ങ ഉടച്ചത് വൃഥാവിലായല്ലോ. വരാനുള്ളത് വഴി തെങ്ങയിലാന്ന് പറയുന്നത്. നിൽക്കുന്നു.